തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമേ വധശിക്ഷ നടത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവും സംയുക്തമായിട്ട് നടപ്പാക്കണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ. അപ്പോൾ ആ വധശിക്ഷ വീഴ്ചയില്ലാതെ നടപ്പാക്കാനുള്ള ചുമതല ആ ജയിലിനും ആ ജയിലിൻ്റെ അധികാരികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുൻകരുതലുകൾ. മക്കളുടെ ചില തെറ്റുകൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ, അവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സിനിമകളിലൊന്നും വരുന്നതൊന്നും അല്ല ജയിലുകളൊരു സാധാരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് നിയമം പ്രവർത്തിക്കുന്ന സ്ഥലം. കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് കുറേ മാറ്റങ്ങൾ നമ്മളുടെ ജയിലുകളിലുണ്ടായിട്ടുണ്ട്. ഇനിയും മാറണം. ആദ്യമായിട്ട് ഈ ജയിൽ നിയമം മാറ്റി എഴുതി പുതിയ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് കോടിയേരി ബാലകൃഷ്ണൻ സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. മനഃപൂർവ്വം ചിലർ സ്വയം ശിക്ഷ മുന്നോട്ട് വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഒരുപാട് തൊഴിൽ പരിശീലനം നടക്കുന്നുണ്ട്, പരിചയപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തടവുകാരുണ്ട്. സന്ദർശകർ സാധാരണ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇതാണ്, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സ്. 200ഓളം തടവുകാർ റിലീസ് ചെയ്യപ്പെട്ടത് പരിശോധിച്ചപ്പോൾ അതിൽ 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. ഏറെ കുറ്റവാളികളുമായി ഇടപഴകിയുള്ള അനുഭവമുണ്ട്. കോടതികളാണ് അത്യധികമായി ഈ കുറ്റവാളികളാണെന്ന് കണ്ടെത്തുന്നതും ജയിലുകളിലേക്ക് ശിക്ഷയ്ക്കായി അയക്കുന്നതും. എങ്കിലും സാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും അവർ നിരപരാധികളാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒരിക്കലും നമ്മൾക്ക് ഒരു ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരൻ ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിച്ചത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരപരാധിയാണ് എന്ന് പറയുന്നത് ശരിയാവില്ല. എന്നാൽ പോലും നമുക്ക് അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ അവരുടെ അടുക്കൽ നമ്മളോട് പറയുന്ന ചില കഥകൾ, അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ അത് തിരിച്ചറിയാറുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും ഈ മക്കളുടെ ചില തെറ്റുകൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ, അവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്വയം ഒരു നീതിപീഠത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റം ചെയ്തതായിട്ട് പറയുന്നവരാണ്. പക്ഷേ അത് പലപ്പോഴും അവരുടെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ മാതൃസ്നേഹം, അതല്ലെങ്കിൽ പിതൃസ്നേഹം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശിക്ഷ ഏൽക്കുന്ന ചിലരുടെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ കുറ്റത്തിൻ്റെ ഭാഗമായി പോയ ആൾക്കാർ അങ്ങനെയുണ്ട്. പിന്നെ പലപ്പോഴും രാഷ്ട്രീയ കേസുകളിലൊക്കെ പെടുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ചിലരിൽ നമുക്ക് ആ കുറ്റം അവർ പരിപൂർണമായിട്ട് അവർ ആ പ്ലാനിങ്ങിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഘട്ടത്തിലോ അതല്ലെങ്കിൽ ആക്ഷനിലോ ഒന്നും പങ്കെടുത്തു എന്ന് തോന്നാത്ത ചില ആൾക്കാർ അതായത് യഥാർത്ഥ പ്രതികൾക്ക് പകരം മറ്റൊരാളെ വിട്ടുകൊടുക്കുന്ന, എങ്ങനെ എന്തൊക്കെയായാലും അങ്ങനെയൊക്കെയുള്ള ചില കേസസ് എങ്കിലും നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട് ചിലരുടെയൊക്കെ കാര്യത്തിൽ. മനഃപൂർവ്വം ചിലർ സ്വയം ശിക്ഷ മുന്നോട്ട് വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മൂലം കുറ്റവാളികളാക്കപ്പെടുന്ന ആളുകൾ, ഈ കിരീടത്തിലെ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം, അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. ഒരു പ്രത്യേക അത് പലപ്പോഴും ആ ഒരു സിറ്റുവേഷൻ കുറ്റം ഉണ്ടാക്കുന്നു, ഒരു സാഹചര്യം കുറ്റം ഉണ്ടാക്കുന്നു. ഈ വ്യക്തി ആ കുറ്റത്തിൻ്റെ ഭാഗമായി പോവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ അയാൾ അന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് അയാൾ അവിടേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് അയാളുടെ കയ്യിൽ ആ ആയുധം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതിനു മുമ്പ് വരെയും വളരെ സാധാരണമായിട്ട് വളരെ ഒരു ശരാശരിക്കാരനായിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടോ ജീവിച്ച ഒരാൾ ആ ഒരു പ്രത്യേക സാഹചര്യം, ഒരുക്കി വെച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ കുരുക്കിൽ ചെന്ന് പെട്ടുപോകുന്ന അത് നമ്മൾ പലപ്പോഴും അവരെ നിരീക്ഷിച്ചതിൽ നിന്നും അവരുടെ കഥകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇതിന് ശേഷവും അവർ വളരെ നോർമലായിരിക്കും. ഈ സംഭവത്തിന് ശേഷവും ആ ഒരു ദുർബല നിമിഷം, പിടിവിട്ടുപോയൊരു നിമിഷം, കയ്യിൽ നിന്ന് പോയ ഒരു നിമിഷം, അത് നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളുടെയും ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ
നമ്മളെ ഭരിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമ്മളിൽ നിന്നും അങ്ങനെയൊക്കെ വീഴ്ച വന്നു പോകാം, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായി പോയി കൂടായികയില്ല. ഒരു കുട്ടിയെ ഒന്ന് അടിച്ചുപോയി, ചിലപ്പോൾ അത് ഒരു എക്സസൈസായിട്ടായി പോയാൽ ചിലപ്പോൾ കുട്ടിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ സംഭവിച്ചു പോകാം. ഭാര്യയെ പിടിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ പിടിച്ചൊന്ന് തള്ളിയാൽ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോകുന്നതാണ്, അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ സമയത്ത് സംഭവിച്ചു പോകും. ഇങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് തട്ടി വീണ് പോയിട്ട് അങ്ങനെ സംഭവിച്ചു പോയത്, അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ പലപ്പോഴും മദ്യം അത് കുറ്റകൃത്യത്തിനിടയാക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്യം ഒരു വലിയ ലഹരി, അത് പലപ്പോഴും ഒരുപാട് കുറ്റവാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിപ്പോഴും നമ്മളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരെ ജയിലിനുള്ളിലേക്ക് എത്തിക്കുന്നതിൽ ലഹരിക്കൊരു വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം മൂലം കുറ്റവാളികളാക്കപ്പെട്ട് പിന്നീട് ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു ഭാവി അതെങ്ങനെയാണ്? തടവുകാരുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ, അതായത് 2011 കാലഘട്ടത്തിൽ നമ്മൾ കുറേ അന്തേവാസികൾ, കുറേ തടവുകാരെ റിലീസ് ചെയ്ത ഒരു ഘട്ടമുണ്ട്. 2009, 10, 11 കാലഘട്ടങ്ങളിലായിട്ട്. പക്ഷെ അന്നത്തെ സർക്കാർ ആ തടവുകാരെ റിലീസ് ചെയ്തതിൻ്റെ നടപടിക്രമങ്ങൾ പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ടല്ല അവരെ റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഹൈക്കോടതി അത് പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് നീണ്ടു. അതിന് കേസ് വന്നു, തടവുകാരെ ഇങ്ങനെ റിലീസ് ചെയ്തതിനെതിരായിട്ടുള്ള ചില കേസസ് വന്നു. അത് കോടതി പരിശോധിച്ചു. അതിൻ്റെ വിവിധ കുറേ കാലം കോടതിയിൽ ആ കാര്യങ്ങളൊക്കെ നീണ്ടു വന്നു. അവസാനം കോടതി അവരെയൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ കുറേ തടവുകാരെ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്തരത്തിലുള്ള അന്ന് റിലീസ് ചെയ്യപ്പെട്ട 2011 റിലീസ് ചെയ്യപ്പെട്ട തടവുകാർ, അവരിൽ കുറച്ച് പേര് മരിച്ചുപോയി, കുറച്ച് പേര് ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയി. അവർ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ വിവരങ്ങൾ കിട്ടിയില്ല, എങ്ങനെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച്. 1-2 പേര് ഒഴിച്ച് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം തടവുകാർ റിലീസ് ചെയ്യപ്പെട്ടത് പരിശോധിച്ചപ്പോൾ അതിൽ 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. സാധാരണ പോലെ അവർ സമൂഹത്തിൽ ജീവിക്കുന്നു, അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു, അവരുടെ കുടുംബത്തെ സംരക്ഷിച്ച് ജീവിക്കുന്നു, അച്ഛനായിട്ടും മകനായിട്ടും സഹോദരനായിട്ടും ഒക്കെ നന്നായി പെരുമാറി ജീവിക്കുന്നു. അവരുടെ ഈ ജയിലിന് പുറത്തുള്ള അവരുടെ ജീവിതം ആശാവഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായിട്ട് ജീവിതം നയിച്ചു പോരുന്നവരാണ് ഭൂരിപക്ഷം പേരും. വളരെ അപൂർവം പേരേ ഉള്ളൂ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയാത്തവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങളുണ്ടായവർ, അതല്ലാതെ വീണ്ടും ഈ തെറ്റിലേക്ക് തിരിച്ചു വന്നവർ 1-2 പേര്. ബാക്കിയുള്ളവരെല്ലാം നോർമലായിട്ട് ജീവിക്കുന്നു. ഇത് അടുത്ത സമയത്ത് കോടതി വിധി മൂലം നമുക്ക് പഠിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു റിസൾട്ടായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവരുടെ ഭാവി സുഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള കുറേയേറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിലെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, പിന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. എത്രമാത്രം ആളുകളുണ്ട്? വലിയ രീതിയിലുണ്ട്. അത് ഒന്ന്, ജയിലിനുള്ളിൽ ഒരുപാട് വൈവിധ്യമാർന്ന ഒരുപാട് തൊഴിൽ പരിശീലനം നടക്കുന്നുണ്ട്, പരിചയപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തടവുകാരുണ്ട്, അവർ നന്നായിട്ടത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയിട്ടുമാണ്. അത് തൊഴിലിൻ്റെ പരിശീലനത്തിനും അപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ലോങ് ടേമായിട്ട് അവർക്ക് പരിചയമുള്ള ജോലികൾ തന്നെ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പരിശീലനത്തിലുള്ളൊരു പുതിയ തൊഴിൽ പരിശീലിക്കാനുള്ള താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അതിനുള്ള നൈപുണ്യമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായിട്ടുള്ള ചില കൃഷിപ്പണി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നെയ്ത്ത് പോലെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തി പോലെയുള്ളതോ കാർപ്പൻട്രി പോലെയുള്ള കാര്യങ്ങൾ, ടൈലറിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ട് ജയിലുകളിൽ നടത്തി വരുന്ന
ചില തൊഴിൽ പരിശീലനങ്ങളുണ്ട്, അത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവരേതെങ്കിലും ഒരു തൊഴിലിൽ ഇടപെടുകയും ആ തൊഴിലിൽ പ്രാവർത്തികമായിട്ട് എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ ഫുഡ് മേക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആധുനികമായിട്ടുള്ള ചില പാഠങ്ങളും അവർ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാറ്ററിംഗ് സംവിധാനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു തട്ടുകട പോലും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുക, ആൾക്കാർക്ക് ഡിമാൻഡുള്ള ഫുഡ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അതെങ്ങനെ എളുപ്പത്തിലുണ്ടാക്കാൻ സാധിക്കും, ചെറിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെറിയ മുടക്കുമുതൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നൊക്കെ അവർക്കിപ്പോൾ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കുറേ തൊഴിലുകൾ അല്ലാതെ തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കോഴ്സസ്, 45 ഡേയ്സ്, അതല്ലെങ്കിൽ പിന്നെ 2 മന്ത്സ്, അതല്ലെങ്കിൽ 3 മന്ത്സ് ഒക്കെ ഉള്ള ഒരുപാട് തൊഴിൽ പരിശീലനം വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് യുട്ടൻസിൽസിൻ്റെയൊക്കെ റിപ്പയറിങ്, അതിന് ഫാൻ വൈൻഡിങ്, മോട്ടോർ വൈൻഡിങ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾ. അത് കൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഫോർമലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. സാക്ഷരതാ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് സാക്ഷരതാ മിഷൻ്റേതായിട്ടുള്ള ക്ലാസ്സുകൾ, തുല്യതാ പരീക്ഷകൾ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. +2 പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ LLB പോലെയുള്ള കാര്യങ്ങൾക്ക് പഠിക്കുന്നവരുണ്ട്. പുറത്ത് പിന്നെ പോകാതെ വിദൂര വിദ്യാഭ്യാസം മൂലമൊക്കെയുള്ള പഠനത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ഇഗ്നോയുടെ കോഴ്സസ് പലതും ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം ജയിലിനെ ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിനെ അങ്ങനെ കണക്കാക്കി അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് തടവുകാർ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ജയിലിൽ തടവുകാരെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്. ഈ സന്ദർശകരെ അനുവദിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ അതൊക്കെയാണ്. സന്ദർശകർ സാധാരണ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇതാണ്, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സ്, ഇങ്ങനെ 3 തരത്തിലുള്ള വിസിറ്റാണ് നമ്മൾ സാധാരണ ജയിലിനുള്ളിൽ അനുവദിക്കുന്നത്. അതിൽ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ, അതല്ലെങ്കിൽ ഒന്നിലധികം തവണ സൂപ്രണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അതിനനുസരിച്ച് അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ കാര്യം അങ്ങനെയാണ്. അത്തരത്തിലുള്ള ലീഗൽ അഡ്വൈസർ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വക്കീൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു അന്തേവാസിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസർക്ക് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയാറില്ല. സമയത്ത് വക്കാലത്തൊപ്പിട്ടിരിക്കുന്ന വക്കീലിന് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിന് തടസ്സമില്ല. അപ്പം അങ്ങനെ അവരുമായിട്ട്, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം, കൂട്ടുകാരിലൂടെ സമൂഹമായിട്ടുള്ള ബന്ധം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എന്നുള്ള രീതിയിൽ തന്നെ കാണാറുണ്ട്. അത് നിയമപരമായിട്ട് ഇതിന് ആഴ്ചയിൽ ഒരു ദിവസമെന്നോ 15 ദിവസം കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തവണയെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും സ്ഥാപന മേധാവികളും ഒക്കെ അത് നല്ല രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാറ്. ഒന്നിലേറെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ മന്ത്രിമാർ വരുമ്പോഴും, ഓരോ സർക്കാരുകൾ വരുമ്പോഴും ജയിലിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ കുറേയേറെ തീരുമാനങ്ങൾ പുതിയതായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ മെച്ചപ്പെട്ടതെന്ന് തോന്നിയത് ഏതൊക്കെയാണ്? വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരാണ് പലപ്പോഴും ആഭ്യന്തര വകുപ്പോട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നത് ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, അതുപോലെ രമേശ് ചെന്നിത്തല സാർ, അവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഭ്യന്തരമന്ത്രിമാർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ സർവീസിലുണ്ടായിരുന്ന ആളുകളാണ്. ഏത് സമയത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സമയം എന്നുള്ളത് കണക്കാക്കിയല്ല, എന്നാലും ഏത് സമയത്തും ഏറ്റവും ഭംഗിയായിട്ട് ജയിൽ വകുപ്പിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് എല്ലാ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരും. അതിൽ പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഈ ജയിൽ നിയമം മാറ്റി എഴുതി പുതിയ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് കോടിയേരി ബാലകൃഷ്ണൻ സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത്. അത് ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ്. 2010 കേരളത്തിലെ ജയിൽ നിയമങ്ങൾ
പഴയ, അതായത് ഒരു നൂറ്റാണ്ട് പിന്നിലുള്ള നിയമങ്ങൾ മാറ്റിയിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും അത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ജയിൽ നിയമമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അത് രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ്, അതിൻ്റെ ഡിസ്കഷൻസ്, അത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. കൂടി ജയിലിനുള്ളിൽ തടവുകാർക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ കാലത്താണ് തടവുകാർക്ക് ഫോൺ സൗകര്യം ഏർപ്പെടുത്തുന്നത്. വെളിയിലേക്ക് അവർക്ക് അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ ഫോൺ മുഖാന്തരം വിളിച്ച് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ആരംഭിക്കുകയായിരുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്തത് ആ സമയത്താണ്. അതുപോലെ പിന്നെ റിലീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം താല്പര്യം കാണിച്ചു. വളരെ കുറഞ്ഞൊരു കാലയളവേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 7-8 വർഷക്കാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും വലിയ മാറ്റം ഉണ്ടാകുന്ന തീരുമാനമാണ്. ഒന്ന്, വീഡിയോ കോൺഫറൻസിങ് വഴി കോടതിയിൽ തടവുകാരെ ഹാജരാക്കുന്ന സൗകര്യം ജയിലിനുള്ളിലും കോടതികളിലും വരുന്ന സാഹചര്യം ഉണ്ടാക്കി. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് 2014 നമ്മളുടെ റൂൾസ്, ചട്ടങ്ങൾ രൂപീകരിച്ചതുകൊണ്ട് അത് ആ സമയത്തും എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ആയിരിക്കുന്ന സമയത്താണ് അത്തരം കാര്യങ്ങളുണ്ടായത്. അപ്പോൾ ഇവരെല്ലാം ഈ കാര്യങ്ങൾ, ജയിലിലെ കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ റിസോഴ്സസ് ആവശ്യത്തിന് ജയിലിന് ഫണ്ട് ലഭ്യമാകുക, അല്ലെങ്കിൽ ജയിലിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് വിഹിതം ഉണ്ടാകുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതിയും ഉണ്ട്. അത് പൊതുവേ ഉള്ള ഒരു സമൂഹത്തിൻ്റെ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ജയിലിലെ തടവുകാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര സൗകര്യം ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്ത പൊതു മാനദണ്ഡം അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു മാനദണ്ഡമായിട്ട് ചിലപ്പോഴൊക്കെ വരുന്നത് കൊണ്ടുകൂടി ആവാം. ചിലപ്പോഴൊക്കെ അതിന് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അഡ്വൈസറി കമ്മിറ്റിക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള പരാതികൾ ശേഖരിക്കാം. ഒരു തരത്തിലുള്ള നിർദ്ദേശവും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനോ പാടില്ല. അത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഈ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് അത് ജയിൽ DGPക്ക് സമർപ്പിക്കുകയോ ചെയ്യണം. മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ ജയിലുകളും നമ്മുടെ കേരളത്തിലെ ജയിലുകളും ഈ ജയിലുകളിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ്? നമ്മളുടെ ജയിൽ സംവിധാനം ഇന്ത്യയിലാകമാനം എടുത്ത് പരിശോധിക്കുന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകൾ സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തിക്കുന്നവയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെയൊക്കെ ജയിലുകൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകളെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കുന്ന ജയിലുകളാണ്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ഡൽഹി, അതുപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, അത്തരത്തിലുള്ള ജയിലുകളിൽ ഒക്കെ സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെയുള്ള ജയിലുകളൊക്കെ ഞാൻ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്, പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മധ്യപ്രദേശ്. പക്ഷേ ആ ജയിലുകളിലേക്കാൾ ഒക്കെ കുറേ കൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകൾക്കുണ്ട്. കുറച്ചുകൂടെ സൗകര്യം കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ജയിലുകൾ തിഹാർ ജയിലുകൾ. തിഹാർ ജയിലുകൾ എന്ന് പറയുന്നൊരു വലിയ സെൻട്രൽ ജയിലുകളുടെ ഒരു കോംപ്ലക്സാണ്. കുറേ സെൻട്രൽ ജയിലുകളുണ്ട്. ജയിൽ 1, ജയിൽ 2, ജയിൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലവർ ഈ മാറ്റം നിർവഹിക്കുന്നതായിട്ട് നമ്മളെ അറിയിക്കുന്നതും മീഡിയയെയും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിനെയും ഒക്കെ അനുവദിക്കുന്നതായിട്ടുള്ള ജയിലുകൾ 1-2 എണ്ണേ ഉള്ളൂ. ബാക്കിയുള്ള ജയിലുകളുടെ സ്ഥിതി നമുക്ക് അറിയില്ല. ആ ജയിലുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ, ഈ ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് തിഹാർ ജയിലുകളിൽ. പക്ഷേ ആ ജയിലുകളിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണ ജയിലുകളിലുണ്ട്, ദക്ഷിണ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലുണ്ട്. ആ ദക്ഷിണ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട ജയിലുകൾ കേരളത്തിലെ ജയിലുകൾ. അത് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമാണ് ജയിലുകളിൽ പ്രതിഫലിക്കുന്നത്. അപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട്
ആ മാറ്റം ജയിലുകളിലും പ്രതിഫലിക്കും. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിൻ്റെ കാര്യത്തിൽ, മറ്റ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ, തടവുകാരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് നൽകുന്ന തൊഴിൽ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ഇതിനകത്തൊക്കെയും നമ്മളുടെ ജയിലുകൾ മറ്റ് ജയിലുകളെ അപേക്ഷിച്ച് കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും രൂപീകരണം, അതിൻ്റെ നിർവഹണം എല്ലാം നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോഴും പഴയ ബ്രിട്ടീഷ് കാലത്തെ പല ചട്ടങ്ങളും ഇപ്പോഴും നമ്മുടെ ജയിൽ നിയമങ്ങളിൽ നിലവിലുണ്ട്. ഇത്തരം രീതികളെ മാറ്റി വേറൊരു തരത്തിലേക്ക് മാറ്റണം എന്നൊരു ആശയം സാറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമ്മുടെ ജയിലുകൾ ഇനിയും മാറണം. ഇപ്പോഴും നടന്നിട്ടുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ ജയിലിൽ നടന്ന മാറ്റങ്ങൾ വളരെ വേഗതയിൽ നടന്ന മാറ്റങ്ങളാണ്. സാമാന്യേന ജയിലുകളിൽ മാറ്റങ്ങൾ പൊതുവെ വളരെ സാവധാനമാണ്. പക്ഷേ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് കുറേ മാറ്റങ്ങൾ നമ്മളുടെ ജയിലുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറണം എന്നുള്ളത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ശിക്ഷാ തടവുകാർക്കും ഈ ശിക്ഷിക്കപ്പെടാത്ത ജയിലിനുള്ളിൽ വിചാരണയോ റിമാൻഡോ ആയിട്ട് കഴിയുന്ന തടവുകാർക്കും തമ്മിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ കറക്ഷൻ്റെ എല്ലാ ആസ്പെക്റ്റും, കറക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും അത് ശിക്ഷാ തടവുകാർക്ക് മേൽ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ജയിലുകളിൽ ഉണ്ടാവണം. ശിക്ഷാ തടവുകാർ, റിമാൻഡ് തടവുകാരും അതുപോലെ തന്നെ വിചാരണ തടവുകാരും ഒരിക്കലും ഒരു കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളവരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ പൗരന്മാരെ പോലെ അവരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വേണം. വളരെ സാധാരണമായിട്ട് അവരുടെ പുറത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, ഒരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാവണം. ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ പുറത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു തിരുത്തൽ സംവിധാനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ ഏതെല്ലാം സൗകര്യങ്ങൾ സാധാരണ പൗരൻ അനുഭവിക്കുന്നു, ആ സൗകര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള തടവുകാർക്ക് നൽകാനാവുന്ന, എന്നാൽ അവരിൽ എന്താണോ നമ്മൾ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം മാത്രം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും വേണം. തടവുകാരുടെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മളെ ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു ചുമതലയല്ല. സീനിയർ ആയിട്ടുള്ള തടവുകാരെയും അതിന് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഹയറാർക്കി എങ്ങനെയാണ് ജയിലിനുള്ളിൽ നമ്മളുടെ യൂണിഫോംഡ് ആയിട്ടുള്ള ജീവനക്കാരാണ് യഥാർത്ഥത്തിൽ ജയിലിനുള്ളിലെ സേഫ് കസ്റ്റഡി എന്ന് പറയുന്ന അവസ്ഥ, സെക്യൂരിറ്റി, ഈ 2 കാര്യങ്ങൾ അവരാണ് നിർവഹിക്കുന്നത്. അത് തടവുകാർ എന്ന് പറയുന്നത് സേഫായിട്ടുള്ള കസ്റ്റഡിയിലായിരിക്കുക എന്നുള്ളതും അവരുടെ അതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുക എന്ന് പറയുന്നതും ഈ ജീവനക്കാർ. ആ ജീവനക്കാരെ സഹായിക്കുന്നത് പലപ്പോഴും ദീർഘകാലമായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് തടവുകാരെ അതിന് നമ്മൾ സഹായത്തിന് വേണ്ടിയിട്ട് പ്രിസണിലെ ജയിൽ ഓവർസിയേഴ്സായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണക്കാക്കുന്ന കുറച്ച് തടവുകാർ. അവർ ഒരു കൂട്ടം തടവുകാരെ നമ്മൾ വെളിയിലത്തെ ജോലികൾക്ക് ഇറക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം തടവുകാരെ നമ്മൾ ജോലിയിലേക്ക് ഇറക്കുമ്പോൾ 10 പേരടങ്ങുന്നതോ അങ്ങനെയുള്ളൊരു ഗ്യാങ്ങായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ 10 പേരുടെ ചുമതല ഒരു ജീവനക്കാരനാണ്. ആ ജീവനക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ തടവുകാരനെ, നമ്മൾ വിശ്വസ്തനായിട്ടുള്ള ഒരു സീനിയർ തടവുകാരനെ കൂടി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകളുടെ ചുമതല, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജയിലിനുള്ളിൽ നടക്കുന്ന, ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിനകത്ത് അതിനുള്ള ക്ലീനിങ്, അതുപോലെ തന്നെ മറ്റ് രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന തടവുകാർക്ക് പരിചരണം നൽകുന്ന തടവുകാരുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ഒരു സൂപ്പർവിഷൻ അങ്ങനെ നടത്തുന്നതിന് പ്രധാനപ്പെട്ട, അങ്ങനെ ഓരോ സെക്ഷനിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സീനിയർ തടവുകാരനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്താറുണ്ട്. അയാൾക്ക് ആ ചുമതലയാണ് നൽകുന്നത്. അത് ഒന്നുകിൽ ആ ജോലിയിലുള്ള പ്രാവീണ്യം കണക്കാക്കും, 2 കൂടുതൽ കാലം ജയിലിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളത് കണക്കാക്കും, ഏൽപ്പിക്കുന്ന ജോലികൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്വഭാവം ഉണ്ട് എന്നുള്ളത് കണക്കാക്കും. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് അയാളെ ആ ജോലി ഏൽപ്പിക്കുന്നത്. മേസ്തിരിമാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്ക്. വധശിക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? വധശിക്ഷ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്തൊരു വധശിക്ഷ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനം റിപ്പർ ചന്ദ്രനായിരുന്നു. അതെ, ഈ 91 ശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. 91 ഞാൻ സർവീസിലുണ്ടെങ്കിലും
ആ സമയത്ത് റിപ്പർചന്ദ്രൻ്റെ വധശിക്ഷയൊന്നും നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനൊന്നും സാധിച്ച ഒരാളല്ല. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം നടന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടന്നത്. അന്ന് അടുപ്പിച്ചടുപ്പിച്ച് 2 വധശിക്ഷകൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് വാഗേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന തടവുകാരൻ്റെ വധശിക്ഷയും അതിനുശേഷം റിപ്പർചന്ദ്രൻ്റെ വധശിക്ഷയുമാണ്. അത് രണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടത്തിയത്. ആ 2 വധശിക്ഷയുടെയും മേൽനോട്ടം വഹിച്ച ആൾ അടുത്ത കാലത്ത് അന്തരിച്ച NP കരുണാകരൻ സാറ്, അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കുന്ന സമയത്താണ് നിർവഹിച്ചത്. അത് വളരെ അധികം ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിൽ വളരെയധികം മാധ്യമങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് ഉണർന്നു വരുന്ന ഒരു കാലത്ത് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 34 വർഷക്കാലമായിട്ട് നമുക്ക് പിന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പോലെയുള്ള സ്ഥാപനങ്ങൾ, തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമേ വധശിക്ഷ നടത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ടെങ്കിലും ഈ 2 ജയിലുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഈ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുള്ളത് ഈ 2 ജയിലുകളിലാണ്. കണ്ണൂരിൽ ഒരേ സമയം 2 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരാളിനെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരത്തെ വധശിക്ഷ 70കളുടെ ആദ്യത്തിൽ ആണ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് അവിടെ വധശിക്ഷ നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാരും ഈ വധശിക്ഷയുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളാകുന്നവരോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരോ അല്ല. മറിച്ച് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു മാനുവലും അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള ധാരണയും അതിനാവശ്യമുള്ള പരിശീലനവും ഉണ്ട്. അത് വെച്ചിട്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എങ്ങനെ ഒരു കണ്ടംപ്റ്റ് പ്രിസണറെ കണക്കാക്കണം എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യവും അതിന് മുന്നോടിയായിട്ട് സ്വീകരിക്കേണ്ട നടപടികളും നിലപാടുകളും എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യം. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, നമ്മൾ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വധശിക്ഷ നിശ്ചയിച്ച് കഴിഞ്ഞാണ് തടവുകാരെ നമ്മൾ മാറ്റി പാർപ്പിക്കുന്നത്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കാരണം വധശിക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വധശിക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെടുന്നത് ഒരു മഹാരാജ്യത്തിൻ്റെ ഒരു തീരുമാനമാണ് നമ്മൾ നടപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിഴവുകളില്ലാതെ നടപ്പാക്കുക എന്നുള്ളതും അത് നടപ്പാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആര്, എന്ത്, എങ്ങനെ എന്നുള്ളതല്ല, മറിച്ച് ഒരു ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യം, ഇത്രയും വലിയ വിപുലമായിട്ടുള്ള നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം, ഒരു ഭരണകൂടത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവും സംയുക്തമായിട്ട് നടപ്പാക്കണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടത് പഴുതുകളൊന്നുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ കണ്ടംപ്റ്റ് പ്രിസണറെ നേരത്തെ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മറിച്ച് ഇന്നിപ്പോൾ ദയാഹർജി തള്ളി ഒരു ബ്ലാക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഘട്ടത്തിലാണ് നമ്മൾ തടവുകാരനെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഏകാന്ത തടവിലേക്ക്. അത് വേറൊന്നും കൊണ്ടല്ല, മറിച്ച് അയാൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം തീരുമാനം നടപ്പാക്കുക, ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കാരണം ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ. അപ്പോൾ ആ വധശിക്ഷ വീഴ്ചയില്ലാതെ നടപ്പാക്കാനുള്ള ചുമതല ആ ജയിലിനും ആ ജയിലിൻ്റെ അധികാരികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുൻകരുതലുകൾ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും തടവുകാരൻ. അയാൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, രോഗം വരാൻ വേണ്ടി പാടില്ല, അയാൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വധശിക്ഷ നടപ്പാക്കാനാവാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അത്രയും ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ആണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് തീരുമാനിക്കപ്പെട്ടുന്ന ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അതിന് മുന്നോടിയായിട്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ, ഇപ്പോൾ ഗാലോസിന് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഉദ്യോഗസ്ഥരെ തീരുമാനിക്കും.
അയാളുടെ ആരോഗ്യ പരിശോധനകൾ നടത്തും. അതുകൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ നടത്തും, റിഹേഴ്സലുകൾ നടത്തും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ നമ്മളത് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ വധശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരന്മാർ, ഇപ്പോൾ ആരാച്ചാരന്മാർ എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഇല്ല എന്ന് തോന്നുന്നു. അത് ഏത് തരത്തിലാണ് പരിഹരിക്കുന്നത്? നേരത്തെ ഈ കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിന് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ അറിയിക്കുന്നു, അവർ വന്ന് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളിലെല്ലാം അവർ പങ്കെടുക്കുന്നു. പങ്കെടുത്തതിന് ശേഷം അവർ ആ ജോലി നിർവഹിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം. തിരുവനന്തപുരത്ത് അങ്ങനെയുള്ളൊരു ആൾക്കാരെ പ്രത്യേകമായിട്ട് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരും അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ, ആ ജോലി മാത്രം നിർവഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ സന്ദർഭത്തിലേക്ക് മാത്രമായിട്ട് വിളിച്ചു വരുത്തി ജോലി നിർവഹിച്ചതിന് ശേഷം മടക്കി അയക്കുന്ന രീതിയായിരുന്നു. പക്ഷെ എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെ ഉള്ള തസ്തികയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അവസാനം നടന്ന 2 വധശിക്ഷകളിലും നമ്മൾ ജയിലിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചുമതല ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ആൾക്കാരെ നിയോഗിക്കുകയും ആ ജോലി ജയിലിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അതിന് താൽക്കാലിക ഉദ്യോഗസ്ഥനെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. രണ്ടാമത്തേതിൽ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ആ കാര്യം നിർവഹിച്ചു. അങ്ങനെയാണ് 2 അവസാനത്തെ വധശിക്ഷകളും നമ്മൾ നടപ്പാക്കി. അതായത് സിനിമകളിൽ കാണുന്നതോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിലുള്ളതോ അല്ല ജയിൽ. ശരിയാണ്. സാധാരണക്കാരുടെ മനസ്സിൽ ജയിലിന് വേറൊരു ചിത്രമുണ്ട്. ജയിലെന്ന് പറയുന്നത് ഒന്ന്, നേരത്തെ വാർത്തകൾ അധികം പ്രവേശിക്കാത്ത ഇടം, വലിയ കന്മതിൽക്കെട്ടിനുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കാത്ത ഇടം, അതൊരു പ്രത്യേക ലോകം, ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം, അവിടെ നിന്നൊന്നും പുറത്തേക്ക് വരാത്ത ഒരു സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുരൂഹത നിലനിന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ജയിലിനെ സാധാരണക്കാർ മനസ്സിലാക്കിയിരുന്നത്. അതുകൂടാതെ അവരുടെ മനസ്സിൽ സാധാരണ ജീവിതം നയിക്കുന്നതിന്, നിയമവിധേയമായി ജീവിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശിക്ഷയുടെയും അതുപോലെ തന്നെ ദുരിതങ്ങളുടെയൊക്കെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രതീകാത്മക സ്വഭാവം കൂടി ജയിലിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അതിനൊരു ഭീതിയോടുകൂടി കാണുകയും ഒരു ഭയത്തോടുകൂടി കാണുകയും അവിടേക്ക് ഒരിക്കലും പോകരുത് എന്ന് വിചാരിക്കുകയും അവിടെ പോകാതിരിക്കാൻ വേണ്ടി നിയമാനുസാരിയായി ജീവിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ എന്നാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അത് കുറേശ്ശെ മാറി വരുന്നു. ശിക്ഷ എന്തിനാണ് എന്നുള്ള കാര്യവും ശിക്ഷ തിരുത്തലിനാണ് എന്നുള്ള കാര്യവും, തിരുത്തൽ കേന്ദ്രങ്ങളാണ് ജയിലുകൾ എന്നുള്ള രീതിയിലേക്കും അത് മാറി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാരുടെ മനസ്സിലൊക്കെ ഇപ്പോഴും പഴയ രീതി, അതിന് ജയിലിൽ പോയവർ അല്ലെങ്കിൽ സിനിമകൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കലാസൃഷ്ടികൾ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പരിവേഷം കൂടി ഉണ്ട്. പക്ഷേ സിനിമകളിലൊന്നും വരുന്നതൊന്നും അല്ല ജയിലുകളൊരു സാധാരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് നിയമം പ്രവർത്തിക്കുന്ന സ്ഥലം, നിയമം കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലം. കാരണം ഓരോ സ്ഥലത്തും നിയമത്തിൻ്റെ വ്യാപനം സാധാരണ രീതിയിലായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിയമം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിയമം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ബോധ്യം വരുന്നതൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് അടുത്ത് നിയമം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ. അതേസമയം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുന്നു, വലതുവശം ചേർന്ന് നടക്കേണ്ടത് കാൽനട യാത്രക്കാരൻ അനുസരിക്കേണ്ട ഒരു നിയമം. പക്ഷേ ആ നിയമം അയാളുടെ പുറത്ത് അത്ര പെട്ടെന്നോ അല്ലെങ്കിൽ വലിയ നിർബന്ധത്തോടു കൂടിയോ ആ നിയമം അയാളുടെ പുറത്ത് അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ തലയ്ക്ക് മുകളിൽ അങ്ങനെ നിൽക്കില്ല. അതേസമയം അത് അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊരു മേഘത്തിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ ദൂരമോ അല്ലെങ്കിൽ ഒരു വലിയ മരത്തിൻ്റെ പൊക്കത്തിൽ അതുണ്ടാവും. പക്ഷേ ജയിലിനുള്ളിൽ അന്തേവാസിയുടെ മുകളിൽ ആ നിയമം അയാളെ തൊടുത്തക്ക തരത്തിൽ അതെപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആ ജയിലിൻ്റെ ഒരു സ്വഭാവം. അതാണ് ആ ജയിലിൻ്റെ ഒരു രീതി. അത് ഉള്ള സ്ഥലമാണ് എന്നുള്ളതേ നമ്മളതിനെ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മതിയോ.